ഞാൻ എന്റെ ലൈഫ് മാത്രം ഒന്ന് പറയാം വളരെ ഫാസ്റ്റ് ആയിട്ട്. കേവലം 7500 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് ഒരു കാറിന്റെ സെയിൽസിലെ എക്സിക്യൂട്ടീവ് ആയിരുന്നു മുന്നേ. എനിക്കൊരു നല്ല ബൈക്കും ഉണ്ടായിരുന്നു. ആ ബൈക്കിന്റെ വില എന്ന് പറഞ്ഞാല് 6500 രൂപ. ഹലോ, അപ്പൊ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് വല്ല വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇവരൊരു പണിയും തരുമൊന്നുമില്ല, എങ്കിലും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇവരിയ്ക്കും. അപ്പൊ എന്റെ വീടിനടുത്തുള്ള ഒരാൾ ചോദിച്ചു, ഒരാൾ പറയാണ്, ഇവനൊക്കെ വേറെ വല്ല നല്ല പണിക്കും പോയിക്കൂടെ? അവൻ കാറിന്റെ സെയിൽസ് ഒക്കെ വിട്ടപ്പോ മോഡി കെയറിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞൊരു വർത്താനുണ്ട്, ഇവനൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്, ഇവനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് ഷാജേട്ടൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് ജിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, മോദി കെയർ ബിസിനസ്സിന് വന്നിട്ട് 13 ലക്ഷം രൂപയുടെ കാർ എടുക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിലും അറിയാം എനിക്ക് അവൻ ആള് ജപ്പാനാണ്. അപ്പൊ നമ്മളുടെ നാട്ടുകാർ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ, നിങ്ങളെ എപ്പോഴും അവര് കുറ്റപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ പരാജയം എന്താ പറയാ എടുത്തു കാണിച്ചുകൊണ്ടും അവർ നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവരുടെ കളിയാക്കൽ കേൾക്കാതെ നിങ്ങള് കുറച്ച് പഞ്ഞി വാങ്ങിയിട്ട് നിങ്ങളെ ചെവിയിൽ വെച്ചാൽ നാളെ അവർ നിങ്ങളുടെ മൂക്കിൽ വെക്കില്ല, അല്ലെങ്കിൽ അവർ നമ്മളുടെ മൂക്കിൽ വെച്ച് തരും. മറ്റുള്ള ആൾക്കാർ എന്ത് പറയും നിങ്ങൾ ഒരിക്കലും കേൾക്കരുത്. എന്നെ കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിൽ വിജയിക്കണം. ഒരു വീട്ടിലേക്ക് സ്വന്തം ഒരു ബൈക്ക് പോലും കയറ്റാൻ സാധിക്കാതെ ഞാനാണ് ഇന്ന് മാസം 2 ലക്ഷം രൂപ വരുമാനം വാങ്ങി ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിൽക്കുന്നത്. 2 ലക്ഷം മാത്രമല്ല, ഞാനിപ്പോ 13 ലക്ഷം കാർ യൂസ് ചെയ്യുന്നു, 2 ലക്ഷം വരുമാനം. അതിലേറെ സന്തോഷമുണ്ട്. എന്റെ ടീമില് 2 വ്യക്തികളെ 1 ലക്ഷം വാങ്ങുന്ന അവസ്ഥയിലേക്ക് ആക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു. ഏതാണ്ട് 6 പേര് 50,000 രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങുന്ന ആൾക്കാരാക്കി മാറ്റാൻ സാധിച്ചു. 11 പേരെ കൊണ്ട് ഈ ബിസിനസ്സില് കാർ അടുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഈ ജിതു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത്. നിസാരമായ കേസല്ല സുഹൃത്തുക്കളെ, കൂടെ നിൽക്കണം. എവിടെ നിൽക്കണം? കൂടെ നിൽക്കണം. കുറ്റം പറയുന്നവരോട് മിണ്ടാൻ പോകരുത്, പ്രൂവ് ചെയ്ത് കാണിക്കുക. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ പറയും, പൊന്നു ജിതു, നിന്റെ ഈ ബൈക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ നീ ഈ സോപ്പും പേസ്റ്റും വെച്ച് നീ എന്നാ കോടീശ്വരനാവുക? അമ്മയോട് അധികം മിണ്ടാറില്ല. ഞാൻ ആ അമ്മയോട് സംസാരിക്കുന്നതിന് പകരം പുറത്തുള്ള ആൾക്കാരോട് സംസാരിച്ചു. പുറത്തുള്ള കുറെ ആൾക്കാർ എന്റെ കൂടെ വന്നപ്പോ എന്റെ ലൈഫ് മാറി. ഒരിക്കലും നിങ്ങളുടെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, നേരത്തെ നമ്മളെ മേഡം പറഞ്ഞതുപോലെ എഴുതി വെക്കുക. ഉറക്കമില്ലാതെ രാവും പകലും അതിന് പിന്നാലെ ഓടുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.